ഹലോ, നമസ്കാരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, ചില ആളുകളുണ്ടല്ലോ, ചില ആളുകളുടെ കാര്യം ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാ കഷ്ടമാണ്. സീരിയസ്ലി മാൻ, മഹാ കഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാ കഷ്ടമാണ്. ഞാനിതിപ്പോൾ വെറുതെ ഒരു തമാശക്കായിട്ട് പറയുന്നതല്ല, വളരെ കാര്യമായിട്ട് പറയുന്നതാണ്. ചില ആളുകളുടെ കമന്റുകൾ വായിക്കുന്ന സമയത്ത് ഈ കമന്റ് ഇടുന്ന ആളുകൾക്ക് എന്തോ കാര്യമായിട്ടുള്ള തകരാറുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നാറുണ്ട്. ആക്ച്വലി അതൊരു തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി തകരാറുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ വിസ്മയ മോഹൻലാൽ സാമാന്യ കോമൺ സെൻസ് ഉള്ള, ബുദ്ധിയുള്ള, കഴിവുള്ള, ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിസ്മയുടെ ആദ്യത്തെ സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്, തുടക്കം. അപ്പൊ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിലർ ലോഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്രോഗ്രാമോ ആയിക്കോട്ടെ, അവർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ, പേടി ഉണ്ടാവില്ലേ, ടെൻഷൻ ഉണ്ടാവില്ലേ, വെപ്രാളം ഉണ്ടാവില്ലേ, മീഡിയാസ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിന്റെ മൊത്തത്തില് കുറെ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ടാവും. മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് അവർക്ക് ഉണ്ടാവും. അത് അവരുടെ ബോഡി ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും അത് വന്നേക്കാം. അത് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബോധമില്ലാത്ത ആൾക്കാർ അവരെ ജഡ്ജ് ചെയ്തിട്ട് ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തോ തകരാറ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പൊതുവേ ഈ അവർക്ക് തകരാറ് ഇവർക്ക് തകരാറെന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്കാണ് തകരാറുള്ളത്. ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്ത് കുറ്റപ്പെടുത്തി അതിന്നൊരു സന്തോഷവും അല്ലെങ്കിൽ അതിന്നൊരു കുളിർമയും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്, വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. ഇപ്പൊ വിസ്മയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു നേച്ചർ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അവരുടെ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട്, അവരുടെ രീതികൾ നമ്മൾ കാണുന്നുണ്ട്. അത് അവരുടെ നേച്ചറാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള നേച്ചർ ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള നേച്ചർ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നേച്ചർ ഉണ്ട്. അത് അങ്ങനെ മനസ്സിലാക്കിയ പോരെ, അതിനെ അങ്ങനെയല്ലേ എടുക്കേണ്ടത്. അല്ലാണ്ട് ഇതിന്റെ അകത്ത് വെറുതെ ഈ നെഗറ്റിവിറ്റി പടച്ചു വിട്ടിട്ട് എന്ത് രസമാണ് ആക്ച്വലി കിട്ടുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ അവർക്ക് തകരാറെന്നൊക്കെ പറയുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കേണ്ടത് അവനവൻ എന്തോ തകരാറുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ വല്ല സൈക്കോളജിസ്റ്റിനെയൊക്കെ പോയി കാണുക. നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ തകരാറിനെ അളക്കാൻ നിൽക്കണ്ട. നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ പോയി കാണേണ്ട ആൾക്കാരാണ്. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഈ ബാക്കിയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യാനുള്ള തകരാറ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൊട്ടക്കിണറ്റിലെ തവളകൾ ആവാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചൊറിഞ്ഞ് കയറിയതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. എന്തോരം കമന്റ്സ് ആണ് അങ്ങനെ. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് വിസ്മയെ കണ്ടപ്പോൾ തോന്നിയത്. ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു രസമില്ലേ കാണുന്ന സമയത്ത്. അവരൊന്നാമത് എന്താണ്, ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സംഗതി അച്ഛൻ ലാലേട്ടനാണെന്ന് പറഞ്ഞിട്ട് വിസ്മയ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വ്യക്തിയല്ലേ. അപ്പൊ അവർക്ക് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ഇനി കൂടുതലൊന്നും ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനില്ല. നെഗറ്റീവോളികളാണ്. ഇങ്ങനെ പറഞ്ഞ് രസം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്ന ഊച്ചാളികൾ, നാറുകൾ, തെണ്ടികൾ. എനിക്ക് അത്രയും ചൊറിഞ്ഞു കയറിയതുകൊണ്ടാണ്. അങ്ങനെ എനിക്ക് ഇങ്ങനെയുള്ള അലവലാദികളെ കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങോട്ട് പൊളിഞ്ഞു കയറും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രയും ചൊറിഞ്ഞു കയറിയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരാള് രക്ഷപ്പെടാനല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമുക്ക് ദോഷം ചെയ്യാത്ത ഏത് വ്യക്തിയോ ആയിക്കോട്ടെ, അവര് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ രക്ഷപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. രക്ഷപ്പെടട്ടെ. ഇപ്പൊ തുടക്കം ട്രെയിലർ വന്നു, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നന്നാവും എന്നാണ് തോന്നുന്നത്. അത് നന്നാവട്ടെ. പിന്നെ അവര് ഡബ് ചെയ്തിരിക്കുന്നത് വേറെ ആരോ ആണ്. പക്ഷെ അവരുടെ അഭിനയം എന്ന് പറയുന്നത് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നന്നായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി സിനിമ വന്നിട്ട് എന്തായാലും നന്നാവട്ടെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ചിന്തിക്കുന്നത്. അല്ലാതെ ഇപ്പൊ വെറുതെ ഇതിൻ്റെ അകത്ത് കയറി ജഡ്ജ്മെന്റലായിട്ട് അവരെ കുറ്റപ്പെടുത്തി അവരെന്ത് പഴച്ച്, എന്തിനാണ് അവരോട് ആവശ്യമില്ലാത്ത വിരോധം, എന്ത് കാര്യത്തിന്? അതാണ് ആൾക്കാരുടെ ഉള്ളിലുള്ള വിഷമാണ് ചില സാഹചര്യത്തിൽ പുറത്തോട്ട് വരുന്നത്. അവനവൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് പുറത്തേക്ക് വരുന്നത്. അത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മുടെ ചുറ്റും ഉള്ള ആളുകളാണ് ഇവരൊക്കെ. കഷ്ടം.
ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാരുടെ ഒരു പരാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെപ്പോ കിഡ്. ആൾക്കാർ അങ്ങനെ പല വീഡിയോസിന്റെ താഴെയും പറയുന്നത് കാണുന്നുണ്ട് നെപ്പോ കിഡ്, അത് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അതിപ്പോ പലരെയും പ്രണവിനെ ആണെങ്കിലും ദുൽഖറിനെ ആദ്യ കാലങ്ങളിലൊക്കെ ആണെങ്കിലും ഒക്കെ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട്. ഇപ്പൊ വിസ്മയേനെയും ഒക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എന്താ നെപ്പോ കിഡായ കുഴപ്പം? എന്താ എന്താ തെറ്റുള്ളത്? സി ഇപ്പൊ മോഹൻലാലിന്റെ മകളായിക്കോട്ടെ, മകനായിക്കോട്ടെ, മമ്മൂട്ടിയുടെ മകനായിക്കോട്ടെ, എന്താ പറയാ മറ്റേ ഫഹദ് ഫാസിൽ ആയിക്കോട്ടെ, ഫാസിലിന്റെ മകനായിക്കോട്ടെ, ഡയറക്ടേഴ്സിന്റെ മകനായിക്കോട്ടെ, ഇവർക്കൊക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ ഇതിലേക്ക് വരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ അച്ഛൻ ഇത്രയും എന്താ പറയാ വലിയ ലെവലിൽ എത്തിയിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ മക്കൾക്ക് എളുപ്പത്തിൽ ഇതിന്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരിക്കും. അതിലിപ്പോ ഇവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അല്ലെങ്കിൽ അതൊക്കെ നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യം എന്താണ്? അവര് വരട്ടെ, അവർക്ക് അവസരം എളുപ്പത്തിൽ കിട്ടും, അങ്ങനെ ഒരു സിനിമ കിട്ടും. പക്ഷേ അവിടെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നിലനിൽപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവുന്നത് കഴിവ് തെളിയിക്കുമ്പോഴാണ്. ഇപ്പൊ അവസരം കിട്ടും ഒരാൾക്ക്. ഇപ്പൊ ദുൽഖറിന്റെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നെപ്പോ ആണോ? ഓക്കെ, യെസ്, ഞാൻ നെഗറ്റീവായിട്ട് നെപ്പോ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ, അയാൾ വന്നു, അയാൾക്കൊരു അവസരം കിട്ടി. പക്ഷെ അയാൾ കിട്ടിയ അവസരത്തിൽ അയാൾക്കുള്ളിലുള്ള കഴിവ് അയാൾ തെളിയിച്ചു. അയാൾ നല്ലൊരു നടനാണ്. അങ്ങനെ ആളുകൾക്ക് ഓർഗാനിക് ആയിട്ട് അയാളോടൊരു ഇഷ്ടം തോന്നി. അയാൾ അങ്ങനെ നിലനിൽക്കുന്നതാണ്. അയാൾക്ക് കഴിവുള്ളത് കൊണ്ടാണ് അയാൾ നിലനിൽക്കുന്നത്. അതേപോലെ പ്രണവ് മോഹൻലാല്, ഓക്കെ, മോഹൻലാലിന്റെ മകൻ ആയതുകൊണ്ട് അയാൾക്ക് അവസരം കിട്ടി. പക്ഷെ അയാൾക്ക് കഴിവുണ്ടെന്നേ. ഇപ്പൊ DS ഇറ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയപ്പോ അതിന്റെ അകത്ത് മൈന്യൂട്ടായിട്ടുള്ള സംഗതികൾ പോലും, എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, എവറിത്തിങ് അയാൾ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അയാൾ ആദ്യ സിനിമ തൊട്ടിട്ടെ അയാൾ കിട്ടിയ അവസരം അയാൾ യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, അയാൾ എളുപ്പത്തിൽ വന്നു, പക്ഷെ അയാൾ കിട്ടിയ അവസരം യൂട്ടിലൈസ് ചെയ്തു. കഴിവുള്ളത് കൊണ്ടാണ് അവര് യൂട്ടിലൈസ് ചെയ്യുന്നത് അത്. ആൻഡ് അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇനിയും പ്രണവിന് സിനിമ കിട്ടും. ദുൽഖർ ഇപ്പൊ എവിടെ എത്തി? വേറെ ലെവലിലേക്ക് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഷകളിലും അഭിനയിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തി. അത് എന്തുകൊണ്ടാണ്? മമ്മൂട്ടിയുടെ മകനായതുകൊണ്ടാണ്. മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് കയറി വരാം, മോഹൻലാലിന്റെ മകനായതുകൊണ്ട് അല്ലെങ്കിൽ മകളായതുകൊണ്ട് കയറി വരാം. പക്ഷെ കഴിവുണ്ടെങ്കിൽ ഓർഗാനിക്കായിട്ട് ആളുകളുടെ ഇടയിൽ ഇഷ്ടം പിടിച്ചു എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിലനിൽപ്പ് എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. ദുൽഖർ ആണെങ്കിലും പ്രണവാണെങ്കിലും ഫഹദ് ആണെങ്കിലും ഒക്കെ നിലനിൽക്കുന്നത് കഴിവുള്ളതുകൊണ്ടാണ്. ഇപ്പോ ഫഹദ് എന്താണ്, ഫസ്റ്റത്തെ ഒരു പടം ഫാസിലിന്റെ മകൻ വന്നു, അഭിനയം തീരെ പോരായിരുന്നു. എന്തോ പറ്റിയത്? ആൾക്കാർ അയാളെ അന്ന് ട്രോൾ ചെയ്തിട്ടുണ്ട്. ട്രോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ നെറ്റോ തേങ്ങയൊന്നും ഇല്ല. പക്ഷെ എന്നാലും ആൾക്കാർ അന്ന് അയാൾ പോരാന്നുള്ള രീതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫാസിലിന്റെ മകനെന്ന് പറഞ്ഞാൽ അയാളെ സ്നേഹിച്ചായിരിക്കും തലയെടുത്ത് വെച്ചാ? ഇല്ല, അഭിനയം മോശമായിപ്പോ പോയി. അയാൾ വലിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഫഹദ് എന്തായി? അത് ഫാസിലിന്റെ മകനായതുകൊണ്ടാണോ അയാൾ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, കഴിവുള്ളതുകൊണ്ട്, അത് തെളിയിച്ചിട്ടുള്ളതുകൊണ്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സുരേഷ് ഗോപിയുടെ മകന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗോകുൽ സുരേഷ് നല്ലൊരു നടനാണ്. അയാളെ നല്ല രീതിയിൽ ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങൾ അയാളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ. ഓക്കെ, സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് വന്നതാണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവസരങ്ങൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഓർഗാനിക് ആയിട്ട് ആളുകളുടെ ഭാഗത്തുനിന്ന് അയാളെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്, നല്ല നടനാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ മാധവ് സുരേഷ് എന്താ? അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ നെപ്പോ തേങ്ങ എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഓക്കെ കയറി വന്ന്, പക്ഷേ അഭിനയം പോരാ, ഡയലോഗ് ഡെലിവറി പോരാ, ആൾക്കാർ ട്രോളുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. അയാൾ ഇനി ക്ലച്ച് പിടിക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഇനി പ്രൂവ് ചെയ്യണം. അതുവരെ പബ്ലിക്കിന്റെ ഭാഗത്ത് നോക്കി കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാണ്ട് സുരേഷ് ഗോപിയുടെ മകനെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആരും തലയെ കയറ്റി വെക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ആളുകൾക്ക് ഈ നടന്മാരോട് ഇഷ്ടമുണ്ടാവും, പക്ഷെ അവരുടെ മക്കള് വന്ന് മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിമർശിക്കും. അല്ലാണ്ട് തലയെ കയറ്റി നടക്കാനൊന്നും പോകുന്നില്ല. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് നെപ്പോ എന്ന് പറഞ്ഞിട്ട് വലിയ കുറ്റമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നെപ്പോ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്താണ് ഭയങ്കര നെഗറ്റീവായിട്ട് താഴ്ത്തി കെട്ടി അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ വിസ്മയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആൾക്കാർ അത്തരത്തിൽ നെഗറ്റീവായിട്ട് അവരുടെ ഇന്റർവ്യൂവിന്റെ താഴെയും പലവിടെയും FB ഒക്കെ കുറച്ച് പേര്, ഒരുപാട് എന്ന് പറയുന്നില്ല, കുറച്ച് പേര് അങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ അവരെ പറയുന്നുണ്ട്. എനിക്കതിന് വലിയ യോജിപ്പൊന്നുമില്ല. അവർക്ക് ഇപ്പൊ പെട്ടെന്ന് അവസരം കിട്ടുന്നു എന്നുള്ളൊരു ഇത് അവരുടെ തെറ്റാണോ? ഒരിക്കലും അല്ല. അവർക്ക് അവസരം കിട്ടുന്നു, ഓക്കെ, അത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. അത് കിട്ടട്ടെ.
വിസ്മയാണെങ്കിലും ഇപ്പൊ തുടക്കം എന്ന് പറയുന്ന സിനിമയിൽ വന്നിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കിയൊക്കെ അവരുടെ കയ്യിലാണ്. കയറി വരുന്നത് മോഹൻലാലിന്റെ മോൾ അല്ലെങ്കിൽ മോൻ, മമ്മൂട്ടർ മോൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ കയറി വന്ന് നന്നായി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായ ഐഡന്റിറ്റി അവിടെ സ്വന്തമായിട്ട് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഈ നെപ്പോ എന്ന് പറഞ്ഞാൽ വെറുതെ നെഗറ്റീവായിട്ട് താഴ്ത്തി കെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാന് ആക്ടർ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പാഷനായിട്ട് നടക്കുന്ന ഒരു ആളാണ്. എനിക്ക് അവസരങ്ങൾ കിട്ടാൻ പ്രയാസങ്ങളുണ്ട്, എൻ്റെതായ പ്രയാസങ്ങളുണ്ട്. നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും പിടിക്കുമ്പോഴും അപ്പൊ നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാനുള്ള പ്രയാസവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എളുപ്പത്തിൽ കയറി വരുന്ന ഇവരോട് എനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, അവരുടെ സാഹചര്യം നമ്മുടെ സാഹചര്യം ഡിഫറെന്റ് ആണ്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ വേണം ഇതിൻ്റെ അകത്തേക്ക് കയറി പറ്റാൻ. പക്ഷെ അവർക്ക് എളുപ്പത്തിൽ കയറി പറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതൊരു റിയാലിറ്റി മനസ്സിലാക്കുക. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ വർത്താനം പറയേണ്ട കാര്യമൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും രക്ഷപ്പെടട്ടെ, കയറി വരട്ടെ. കഴിവുണ്ടെങ്കിൽ നിലനിൽക്കും, കഴിവില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവും. അങ്ങനെ എത്ര പേര് സൈഡായിട്ടുണ്ട്, അതൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. അപ്പൊ നന്നാവട്ടെ. തുടക്കം വിസ്മയയുടെ, ഞാൻ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ തന്നെ വിസ്മയയുടെ തുടക്കം നല്ലൊരു തുടക്കമാവട്ടെ. അങ്ങനെ നല്ലൊരു തുടക്കമായി വിസ്മയക്ക് ഇൻഡസ്ട്രിയിൽ തുടരാൻ സാധിക്കട്ടെ നല്ല രീതിയിൽ. ഈ നെഗറ്റീവ് ഒന്നും അവർ മൈൻഡ് ചെയ്യണ പോലും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു വിമിഷ്ടം തോന്നുകയാണ്. അതായത് ഈ മലയാളികള് ഭയങ്കര 100% ലിറ്ററസി അല്ലെങ്കിൽ മലയാളി പൊളിയാണ് കോണകോണെന്നൊക്കെ ആൾക്കാർ നാഴേക്ക് 40 വട്ടം പറയാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണുന്ന സമയത്ത് അങ്ങനെ പൊളിയായിട്ടൊന്നും തോന്നണില്ല. ബാക്കിയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യലും കളിയാക്കലും ഇതൊക്കെയല്ലേ ഹോബി. എങ്ങനെ പറയാൻ തോന്നണുള്ളൂ. ഞാൻ വിസ്മയും മോഹൻലാലും അവരുടെ അമ്മയൊക്കെ ഇരുന്നിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. അവർക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്. അവർക്ക് മലയാളം, അവര് പുറത്ത് വളരെയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഊട്ടിയിലൊക്കെയാണ് പഠിച്ചത്. അവര് വേറെ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അവർക്ക് മലയാളം പ്രയാസമുണ്ട്. അവർ ഇംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കുന്നത്. മലയാളം സംസാരിക്കുമ്പോൾ അവർക്ക് കുറച്ച് സ്ട്രെസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവര് മലയാളം സ്ട്രെസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരുടെ ശരീരഭാഷയിലും അത് ഭയങ്കരമായിട്ട് പ്രകടമാവും. അപ്പോ അത് നമുക്ക് വെളിവുണ്ടെങ്കിൽ, പൊട്ടക്കിണറ്റിലെ തവളകളല്ല നമ്മൾ എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലാത്ത ആൾക്കാർ അവര് ഇംഗ്ലീഷ് പറയുന്നത് കുറ്റം, അല്ലെങ്കിൽ അവര് എന്താണ് കുറച്ച് എന്താ പറയാ, കുറച്ചിങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ ചിൽ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നില്ല. അതൊക്കെ അവർക്ക് എങ്ങനെയാണോ കുറ്റമായിട്ട് കാണാൻ വേണ്ടിയിട്ട് തോന്നുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും ഉള്ളിൽ വിഷമുള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് കുറ്റം പറയാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കാനും ഒക്കെ പറ്റുള്ളൂ. സീരിയസ്ലി മാൻ, അയ്യേ കഷ്ടം. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാട്, അവരുടേതായിട്ടുള്ള ആയിക്കോട്ടെ. അതിൻ്റെയൊക്കെ പേരിലാണോ അവരോട് വിരോധം ആൾക്കാർക്കുള്ളത്? ആൾക്കാർക്ക് പൊതുവേ ഒരു വെറുപ്പാണ്. ആൾക്കാരെ ഇഷ്ടപ്പെടാനല്ല ആളുകൾക്ക് ഇഷ്ടം, ആൾക്കാർക്ക് വെറുക്കാനാണ്. വെറുക്കാനായിരുന്നിട്ട് കാരണങ്ങൾ സ്വയം കണ്ടെത്തുകയും ചെയ്യും. ആൾക്കാരുടെ ഒരു സ്വഭാവം എന്താ അറിയോ, അതായത് എളിമയോട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എളിമ എന്ന് പറഞ്ഞ കുറ്റം, കുറച്ച് സീരിയസ് ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ജാട. ഇപ്പൊ പൃഥ്വിരാജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയാള് ജാടക്കാരനാണ്. ആൾക്കാർ അങ്ങനെയാണല്ലോ വിലയിരുത്തുന്നത്. വിസ്മയുടെ കേസ് പറയുകയാണെങ്കിൽ എന്താ, അവരിപ്പോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. അവരുടേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലും ടെൻഷനിലും വെപ്രാളത്തിലൊക്കെ അവര് നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്തോ പിരിവിട്ടും എന്നുള്ള രീതിയിൽ ആൾക്കാരങ്ങ് പറയുകയാണ് സിമ്പിളായിട്ട്. സ്വയം നാണം ഉണ്ടാ നാറികളെ ഇങ്ങനെ വെറുതെ ബാക്കിയുള്ള ആൾക്കാരെ, അവനവനൊരു ഉപദ്രവം ഉണ്ടാക്കാത്ത ആളുകളെ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് കുറ്റപ്പെടുത്തി കളിയാക്കി നാറികള്. ഇത്രേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല ചെയ്യുന്ന.